കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള നിരവധി വീഡിയോകൾ കണ്ടു. എന്നിട്ട് അതിൽ നിന്നും നിങ്ങൾ എത്ര എണ്ണമാണ് ഫോളോ ചെയ്തത്? 2 ദിവസം പിന്തുടരുകയും അതിനുശേഷം അതിനെ പകുതി വഴിയിൽ ഉപേക്ഷിക്കുകയുമായിരിക്കും ഭൂരിഭാഗം പേരും ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ നിസ്സാരമായി കാണരുത്. ആർ യു റെഡി? എങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെ കണ്ടതൊക്കെ വിട്ടുകളയുക. എന്നിട്ട് ഇന്നത്തെ ഈ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈം ടേബിൾ പരീക്ഷ കഴിയുന്നതുവരെ പിന്തുടരുക. അങ്ങനെ നിങ്ങൾ ഇത് പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷ വളരെ മികച്ച രീതിയിൽ നേരിടാൻ കഴിയുമെന്നത് എൻ്റെ ഗ്യാരണ്ടിയാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്ന് ഈ വീഡിയോയിൽ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ടൈം ടേബിളിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളായിരിക്കും ആദ്യം പറയുക. അതിനുശേഷം സമയം എങ്ങനെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യാമെന്നും പറയുന്നതാണ്. അവസാനം ഒരു നല്ല ടൈം ടേബിളും പറഞ്ഞു തരുന്നതാണ്. ഇന്ന് ഈ പറയാൻ പോകുന്ന ടൈം ടേബിളിൽ സാധാരണ, അതായത് തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കണം, അതുപോലെ തന്നെ അവധി ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കണമെന്ന 2 രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. ഇനി നമുക്ക് നേരിട്ട് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. നമ്പർ 1, നോട്ട് ഏബിൾ ടു ഫോളോ എ ടൈം ടേബിൾ. ഓരോ ആഴ്ചയിലേക്കും അതുപോലെ ഓരോ മാസത്തിലേക്കും വേണ്ടിയുള്ള ടൈം ടേബിളുകൾ ഉണ്ടാക്കിയതിനു ശേഷം അത് കൃത്യമായി പിന്തുടരാൻ സാധിക്കാതെ വരുന്നത് പല വിദ്യാർത്ഥികളും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇതിൽ പ്രധാനമായും സംഭവിക്കുന്നത്, നിങ്ങൾ നിർമ്മിക്കുന്ന ടൈം ടേബിളിലെ ഏതെങ്കിലും ഒരു സ്ലോട്ടിൽ ഒരു സബ്ജക്റ്റ് ഫോളോ ചെയ്യാൻ സാധിക്കാതെ വരികയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഇനി നാളെ നല്ല രീതിയിൽ ടൈം ടേബിൾ ഫോളോ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു എന്നതാണ്. എന്നാൽ ഇനി മുതൽ നിങ്ങളിത് ആവർത്തിക്കരുത്. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ടൈം ടേബിൾ ഫോളോ ചെയ്യുമ്പോൾ ആയാലും ഏതെങ്കിലും ഒരു വിഷയം പഠിക്കാൻ സാധിക്കാതെ വന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കാതെ മറ്റ് വിഷയങ്ങൾ പഠിച്ചു തീർക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്പർ 2, വൈഡ് വെറൈറ്റി ഓഫ് ഡിസ്ട്രാക്ഷൻ. ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പഠനത്തെ ബാധിക്കുന്നതാണ്. അവ കാരണം നല്ല രീതിയിൽ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയം പരമാവധി ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. ഇനി എങ്ങനെയാണ് ടൈം മാനേജ്മെൻറ്റ് സ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. 95% വിദ്യാർത്ഥികൾക്കും ഇതിനെപ്പറ്റി കൃത്യമായ ധാരണയില്ല. എഫക്റ്റീവായ രീതിയിൽ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നതിനായി ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. നമ്പർ 1, സെറ്റ് എ ക്ലിയർ ഗോൾ. ഇന്നു മുതൽ പരീക്ഷ വരെയുള്ള ദിവസങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തു വെക്കുക എന്നതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. ഓരോ ദിവസവും ഏത് പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കണമെന്ന് മാർക്ക് ചെയ്തു വെക്കുക. അതുപോലെ തന്നെ പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കുന്നതിനും റിവിഷൻ ചെയ്യുന്നതിനുമായി പ്രത്യേകം സമയം മാറ്റിവെക്കുക. നമ്പർ 2, പ്രിയോറിറ്റൈസ് ടാസ്ക്. നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ പ്രാധാന്യം നൽകി ഏറ്റവും ആദ്യം പഠിച്ചു തീർക്കേണ്ടതും ഈ പാഠഭാഗങ്ങളാണ്. മുൻവർഷ ചോദ്യപേപ്പറുകൾ പരിശീലിക്കേണ്ടതും ഈ സമയത്ത് തന്നെയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് NCERT ടെക്സ്റ്റ് ബുക്സ്, അതോടൊപ്പം തന്നെ സ്കൂളിൽ നിന്നും നൽകുന്ന നോട്ട്സ് തന്നെ ധാരാളമാണ്. എന്നാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുൻവർഷ ചോദ്യോത്തരങ്ങളും അതോടൊപ്പം തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറുമൊക്കെ പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്പർ 3, ട്രാക്ക് യുവർ പ്രോഗ്രസ്. മുകളിൽ പറഞ്ഞ 2 കാര്യങ്ങളും കൃത്യമായി ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസ് എന്താണെന്ന് അനലൈസ് ചെയ്യേണ്ടതാണ്. അതായത് ഒരു ദിവസം നിങ്ങൾ ചെയ്യണമെന്ന് സെറ്റ് ചെയ്ത ഗോൾസ് എത്രത്തോളം കൃത്യമായി ചെയ്തു, അത് നിങ്ങൾക്ക് എങ്ങനെ ഗുണം ചെയ്തു തുടങ്ങിയവയ്ക്ക് വിലയിരുത്തുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഗോൾസ് വീക്ക്ലി ബേസിസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അനാലിസിസും വീക്ക്ലി ബേസിസിൽ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ചുറ്റിലുമുള്ള കുട്ടികളെക്കാൾ ഒരു പടി മുന്നിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ടൈം ടേബിളിലേക്ക് കടക്കാം. തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക. അരമണിക്കൂറിനുള്ളിൽ ഫ്രഷപ്പ് ആവുക. അതോടൊപ്പം തന്നെ മെഡിറ്റേഷനും ചെയ്യുക. 5 മുതൽ 10 മിനിറ്റ് നേരത്തേക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് ചെന്ന് റിലാക്സ്ഡ് പൊസിഷനിൽ മൈൻഡ് ബ്ലാങ്ക് ആക്കി കുറച്ച് നേരത്തേക്ക് ഇരിക്കുക. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മാർഗം കൂടിയാണ് ഈ മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം 5:30 മുതൽ 7 മണി വരെ നിങ്ങൾ പഠിക്കുക. രാവിലെ സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു വിഷയം പഠിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനായി ഒരു അരമണിക്കൂർ മാറ്റിവെക്കുക. പരീക്ഷ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാവിലെ ഒരു 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടാകും. ചില കുട്ടികൾ വളരെ നേരത്തെ വീട്ടിലെത്തുന്നുണ്ടാകും. ചിലർ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടായിരിക്കും വീട്ടിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ആയിട്ടുള്ള സമയമാണ് ഇവിടെ പറയുന്നത്. 2 മണിക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അടുത്ത അരമണിക്കൂർ നേരം നിങ്ങൾക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനും ഭക്ഷണം കഴിക്കാനുമായിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം 2:30 മണിയാകുമ്പോൾ പഠിക്കാനായിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം ഏതാണെന്ന് വെച്ചാൽ അത് പഠിക്കുക. 4 മണി വരെ തുടർച്ചയായി പഠിക്കുക. ഒരു അരമണിക്കൂർ നേരത്തേക്ക് ബ്രേക്ക് എടുത്തതിന് ശേഷം നിങ്ങൾ വൈകുന്നേരത്തേക്കുള്ള ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോവുക. വൈകുന്നേരം 4:30 മുതൽ 7:30 വരെയാണ് നിങ്ങളുടെ ട്യൂഷൻ സമയമെന്ന് ഇവിടെ കണക്കാക്കുകയാണ്. പിന്നെ നിങ്ങൾ മറ്റൊരു ട്യൂഷനും പോകാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം പഠിക്കാനായി ഒരുപാട് സമയം ലഭിക്കുന്നതാണ്. അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുക.
രാത്രി 7:30 മണിയാകുമ്പോൾ നിങ്ങൾ വീട്ടിലെത്തുകയാണെങ്കിൽ അടുത്ത അരമണിക്കൂർ ഭക്ഷണം കഴിക്കുന്നതിനായി മാറ്റിവെക്കുക. അതിനുശേഷം 8 മണി മുതൽ 9:30 വരെ പഠിക്കുക. അടുത്തുള്ള 15 മിനിറ്റ് നേരത്തേക്ക് ടൈം മാനേജ്മെന്റ് ടിപ്സ് ഫോളോ ചെയ്യുക. രാത്രി 10 മണിയാകുമ്പോൾ കിടന്നുറങ്ങുക. ഈ ടൈം ടേബിൾ കണ്ടിട്ട് എല്ലായ്പ്പോഴും പഠിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം പരീക്ഷ വളരെ അടുത്തു വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ടൈം ടേബിളാണിത്. ഇനിയുള്ള സമയം ഇതുപോലെ വിനിയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് കൃത്യമായി പഠിക്കുക. ഇനി മുകളിൽ പറഞ്ഞ ടൈം സ്ലോട്ട്സിൽ ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് കാണാം. രാവിലെയുള്ള സ്ലോട്ടിൽ ഹിന്ദി അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കുന്നതാണ് നല്ലത്. അരമണിക്കൂർ ഹിന്ദിയും 1 മണിക്കൂർ നേരത്തേക്ക് സോഷ്യൽ സയൻസും പഠിക്കുക. ഉച്ചയ്ക്ക് വീട്ടിലെത്തിയതിന് ശേഷമുള്ള സമയം പഠിക്കേണ്ടത് മാത്തമാറ്റിക്സ് ആണ്. അതിനുശേഷം ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് വന്ന് രാത്രിയിൽ സയൻസും ഇംഗ്ലീഷും പഠിക്കുക. 1 മണിക്കൂർ നേരം സയൻസും അരമണിക്കൂർ നേരം ഇംഗ്ലീഷ് വിഷയവും പഠിക്കുക. നിങ്ങൾ ട്യൂഷന് പോകാത്ത വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞ സമയം നിങ്ങൾക്ക് കുറച്ചുകൂടി കൂട്ടാവുന്നതാണ്. അതായത് മാത്തമാറ്റിക്സ്, സയൻസ് തുടങ്ങിയ വിഷയങ്ങൾ 2 മണിക്കൂർ വീതം നേരത്തേക്ക് പഠിക്കുക. ഇനി ഞായറാഴ്ച എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് നോക്കാം. ഞായറാഴ്ച രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ ഫ്രഷപ്പ് ആവുകയും അതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ ചെയ്യുകയും വേണം. രാവിലെ 6:30 മുതൽ 8 മണി വരെയുള്ള സമയം സോഷ്യൽ സയൻസ് പഠിക്കുക. അതിനുശേഷം അരമണിക്കൂർ ബ്രേക്ക് സമയത്ത് ഭക്ഷണം കഴിക്കുക. ഇതിനുശേഷം 8:30 മുതൽ 9:30 മണി വരെ ഹിന്ദി അല്ലെങ്കിൽ സംസ്കൃതം പോലുള്ള നിങ്ങൾക്ക് പഠിക്കാനുള്ള വിഷയം പഠിക്കുക. അതിനുശേഷം അരമണിക്കൂർ നേരത്തേക്ക് ബ്രേക്ക് എടുക്കുക. പിന്നെ 10 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് ഇംഗ്ലീഷ് പഠിക്കുക. അതിനുശേഷം 15 മിനിറ്റ് നേരത്തെ ബ്രേക്ക് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പഠിക്കാനുള്ള IT പോലുള്ള വിഷയങ്ങൾ 11:15 മുതൽ 12 മണി വരെ പഠിക്കുക. ഇതിനുശേഷം അരമണിക്കൂർ നേരത്തേക്ക് ബ്രേക്ക് എടുക്കുക. പിന്നെ 12:30 മുതൽ 2 മണി വരെ മാത്തമാറ്റിക്സ് പഠിക്കുക. വീണ്ടും അരമണിക്കൂർ നേരത്തേക്ക് ബ്രേക്ക് എടുക്കൂ. എന്നിട്ട് 2:30 മണി മുതൽ 4 മണി വരെ സയൻസും പഠിക്കുക. കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങളുടെ മക്കൾ 4:30 മണി മുതൽ 10:30 മണി വരെയുള്ള സമയത്തിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് പഠിക്കാൻ സാധിക്കാതെ പോയ പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഠനത്തെ ബാധിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. ശനിയാഴ്ച അവധിയാണെങ്കിൽ അന്നും ഇതേ ടൈം ടേബിൾ ഫോളോ ചെയ്താൽ മതിയാകും. നിങ്ങൾ സിലബസ് മുഴുവൻ പൂർത്തിയാക്കിയതിന് ശേഷമുള്ള ഞായറാഴ്ചകൾ റിവിഷന് വേണ്ടി മാറ്റിവെക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പിന്തുടരുന്നതിലൂടെ നിങ്ങൾക്ക് പരീക്ഷയിൽ തീർച്ചയായും ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു.